ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ PSC. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ ഏറ്റവും കൺഫ്യൂസിങ് ആവുകയും ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2025 ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഏയാച്ചേരി രാമചന്ദ്രൻ. ഏയാച്ചേരി രാമചന്ദ്രനാണ് 2025 ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി 2024 ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം. ഇന്ദ്രൻസിനാണ് ലഭിച്ചിരിക്കുന്നത്. 2024 ചെറുകാട് സാഹിത്യ പുരസ്കാരം ഇന്ദ്രൻസ്. 2025 ഏയാച്ചേരി രാമചന്ദ്രൻ, 2024 ഇന്ദ്രൻസ്. അടുത്ത ചോദ്യം, 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2024 വേദിയായത് എറണാകുളം. 2024 66ാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ്. 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത്. 2026 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയാവുന്നത് കണ്ണൂരാണ്. അടുത്ത വർഷം 2026 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്നത് കണ്ണൂർ വെച്ചിട്ടാണ്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2025 ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയൽ ആണ്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2025 ബ്രാൻഡ് അംബാസഡർ ആരാണ്? സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ബ്രാൻഡ് അംബാസഡർ. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2025 ഗുഡ്വിൽ അംബാസഡർ ആരാണ്? കീർത്തി സുരേഷ്. കീർത്തി സുരേഷ് ആണ് 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2025 ഗുഡ്വിൽ അംബാസഡർ. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരമാണ്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരം. 2ാം സ്ഥാനം തൃശ്ശൂർ, 3ാം സ്ഥാനം കണ്ണൂർ. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ കിരീടം നേടിയത് മലപ്പുറം ആണ്. മലപ്പുറം ജില്ലയാണ് 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ കിരീടം നേടിയത്. അടുത്ത ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ചുഴലിക്കാറ്റ് ഏതാണ്? മോൻത. മോൻത ചുഴലിക്കാറ്റാണ് അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. മോൻത ചുഴലിക്കാറ്റിന് പേര് നൽകിയത് തായ്ലൻഡ് ആണ്. 2025 ഒക്ടോബറിൽ ജമൈക്ക, ക്യൂബ എന്നീ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മെലിസ. അടുത്ത ചോദ്യം, 2025 49ാമത് വയലാർ അവാർഡിന് അർഹനായത് ആരാണ്? ഉത്തരം ഇ. സന്തോഷ് കുമാർ. നോവൽ തപോമഴിയുടെ അച്ഛൻ. 2025 വയലാർ അവാർഡിന് അർഹനായത് ഇ. സന്തോഷ് കുമാർ ആണ്. 2024 48ാമത് വയലാർ അവാർഡ് ആർക്കാണ് ലഭിച്ചതെന്ന് നോക്കാം. അശോകൻ ചരുവിൽ. 48ാമത് വയലാർ അവാർഡ് അശോകൻ ചരുവിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് സൂര്യകാന്ത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.